ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. എവിടെയാണ് പറുദീസ? മനുഷ്യൻ്റെ അന്തരാത്മാവ് ദൈവത്തോട് ചേർന്നിരിക്കുന്നത് എവിടെയാണോ അവിടമാണ് പറുദീസ. മനുഷ്യൻ്റെ അന്തരാത്മാവാണല്ലോ ഈശ്വരൻ്റെ ആവാസസ്ഥാനം. മരണാനന്തരം അന്തരാത്മാവ് ഭൗതിക ശരീരമാകുന്ന മൺകൂടാരം വിട്ട് ദൈവത്തോട് ചേരുന്നു. വിശുദ്ധ പൗലോസ് മനുഷ്യൻ്റെ ശരീരത്തെ അവൻ്റെ താൽക്കാലിക വാസത്തിനുള്ള കൂടാരമായിട്ടത്രേ ചിത്രീകരിക്കുന്നത്. കാലസമ്പൂർണതയിലെത്തുമ്പോൾ ചിത്രശലഭം ചിറകുവിടർത്തി ഇരുൾ വസിക്കുന്ന കോശത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് പറന്നുയരുന്നത് പോലെ ഭൗതിക ശരീരമാകുന്ന ഇരുട്ടറ വിട്ട് മനുഷ്യൻ്റെ അന്തരാത്മാവ് വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ മരണം പലർക്കും പേടിസ്വപ്നമാണ്. മരണശേഷം മനുഷ്യന് കടന്നു പോകേണ്ട വഴിയെപ്പറ്റി ഭീതി നിറഞ്ഞ പല സങ്കല്പങ്ങളുമുണ്ട്. മരണശേഷം എട്ടുകാലി വലയും ഇരുളും നിറഞ്ഞ ഒരു ഗുഹയിലേക്ക് ഏകനായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നാണ് ചില എബ്രായ കവികളുടെ സങ്കല്പം. എന്നാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണമാണ് മരണമെന്ന് ലോകത്തെയും മരണത്തെയും ജയിച്ച യേശു തൻ്റെ അനുയായികൾക്ക് കാണിച്ചു കൊടുത്തു. ക്രിസ്തുമത ഭക്തനായ മൂഡിയോട് ശ്രോതാക്കളിൽ ഒരാൾ ചോദിച്ചു, അങ്ങിപ്പോൾ മരിക്കുവാൻ തയ്യാറാണോ? മൂഡിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, മരിച്ച് എൻ്റെ ദൈവത്തോട് ചേരുവാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. അതിനേക്കാൾ ആനന്ദകരമായ മറ്റൊന്ന് എനിക്കില്ല. എന്നാൽ ഇപ്പോൾ ജീവിക്കുവാനുള്ള കൃപയാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. ആ കൃപ ലഭിക്കുന്നിടത്തോളം കാലം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ധർമ്മം ഞാൻ നിറവേറ്റേണ്ടതാണല്ലോ. മരിക്കുവാനുള്ള കൃപ തരുമ്പോൾ ഞാൻ മരിക്കും. ജീവിതത്തെയും മരണത്തെയും നന്നായി വീക്ഷിക്കുന്നവർക്ക് മരണം ഒരു പേടിസ്വപ്നമായിരിക്കുകയില്ല. മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത യേശു മരണത്തെ ഒരു പേടിസ്വപ്നം അല്ലാതാക്കി തീർത്തിരിക്കുന്നു. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ച്